അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇറാൻ ഇസ്രായേലിലെ യുദ്ധം വളരെ ശക്തമായി നടക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് വളരെയധികം പ്രയാസമുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു വശത്തുണ്ട്. അതേപോലെ അല്പം സന്തോഷവും സമാധാനവുമുള്ള ചില കാര്യങ്ങൾ മറുവശത്തുണ്ട്. ഈ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ യുദ്ധത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. ഈ ക്ലൈമാറ്റ് വളരെ ചൂടുള്ള സമയത്ത് വീടുകൾ നഷ്ടപ്പെട്ട് ബിൽഡിങ്ങുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഈ ചൂട്ടത്ത് ഇറങ്ങി നടന്ന് ജീവന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മക്കളെയും കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഓടുക, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ബാത്റൂമിൽ പോകേണ്ട കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇതാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഫലസ്തീൻ ജനത അനുഭവിക്കുന്നത്. അത് നേരിട്ട് അനുഭവിക്കുന്ന ഇസ്രായേലികൾക്ക് ഇപ്പോൾ അതെന്താ അവസ്ഥ എന്ന് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലായതിൽ അല്പം സന്തോഷമുണ്ട്. കാരണം അവർ മനുഷ്യത്വം മനസ്സിൽ നിന്ന് മരവിച്ചു പോയ മനുഷ്യരല്ലാത്ത മറ്റെന്തോ പോലത്തെ തരത്തിലാണ് ഇതുവരെ ഫലസ്തീനിലുള്ള ജനതയോട് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ നേരിട്ട് അനുഭവിക്കുമ്പോൾ എന്താണ് അവസ്ഥ അതെന്ന് മനസ്സിലാക്കാൻ അവർക്കിപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. അപ്പോൾ നേരിട്ട കാഴ്ച ഗാസയിൽ കാണുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇസ്രായേൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു വശം ഇറാനിലും വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം അവിടെയുള്ള ജനങ്ങൾ എത്ര സുഖത്തോടു കൂടിയാണ് തൊട്ടപ്പുറത്തുള്ള ആളുകളെ ദുഃഖത്തിലാക്കിക്കൊണ്ടും പ്രയാസത്തിലാക്കിക്കൊണ്ടും AC റൂമിലും വളരെ സുഖത്തോടു കൂടിയിട്ട് അവരുടെ ജീവിതം കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആർഭാടത്തിലൂടെയും വളരെ ദൂരത്തിലൂടെയുമൊക്കെയാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ആളുകളെ വിഷമത്തിലാക്കിയിട്ട് അത് മനുഷ്യത്തിൻ്റെ ഏത് വശമാണ്? മനുഷ്യത്വരഹിതമായിട്ടുള്ള എത്ര പ്രയാസമുള്ള കാര്യമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് വിഭാഗമായിക്കോട്ടെ, പച്ചയായ മാംസമുള്ള രക്തമുള്ള മനുഷ്യർ വെയിലത്ത് ഉരുകി ശരീരത്തിൻ്റെ പല അവയവങ്ങൾ പൊട്ടിത്തെറിച്ച് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മക്കളെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ അവർ അനുഭവിക്കുക. അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന വലിയ പ്രയാസമുള്ള സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ സ്വന്തം മക്കളെ നോക്കി AC റൂമിൽ നല്ല ഭക്ഷണം ആർഭാടവും ആയിട്ട് കഴിയുക. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സമയമാണിപ്പോൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഈ യുദ്ധത്തിലുള്ള പ്രയാസത്തിൽ എല്ലാവരും ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടായിട്ട് ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം. വേറൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അറബ് ലോകത്ത് അവരുടെയൊക്കെ ഭരണം നഷ്ടപ്പെടുമെന്ന്. അത് ഖിയാമത്ത് നാളിന് മുമ്പ് നടക്കാനുള്ള സംഭവമാണ്. ഇറാനായിക്കോട്ടെ, മറ്റുള്ള GCCയിലുള്ള ഏത് രാജ്യമായിക്കോട്ടെ, അറബ് രാജ്യങ്ങൾക്ക് അവരുടെയൊക്കെ ഭരണം നഷ്ടപ്പെടുന്ന നിലക്കുള്ളൊരവസ്ഥ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടക്കമാണോ അതിലേക്ക് എത്തി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇനി ഏതായാലും അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ എത്തിയതിലാണെങ്കിൽ മഹദി ഇമാം വരാനുള്ള സമയമായെങ്കിൽ, ഈസാ നബി അലൈഹിസ്സലാം വരാനുള്ള സമയം ആയെങ്കിൽ അറബ് ലോകത്തിൻ്റെ ഭരണങ്ങൾ ഓരോന്നായി പലതരത്തിലുള്ള കാരണത്താൽ അത് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രയാസമൊന്നുമില്ല. കാരണം അത് അല്ലാഹു തആലയുടെ തീരുമാനങ്ങളാണ്. അത് നടക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ ഇറാൻ ജയിക്കുമോ ഇറാൻ തോക്കുമോ, ഇസ്രായേൽ ജയിക്കുമോ ഇസ്രായേൽ തോക്കുമോ, മറ്റുള്ള രാജ്യങ്ങൾ പങ്കെടുക്കില്ലേ, ഭരണം നഷ്ടപ്പെടുമോ ഇല്ലേ, ഇതിലൊന്നും ആർക്കും ഒരു പ്രയാസവും ഇല്ല. കാരണം അല്ലാഹു തആലയുടെ തീരുമാനങ്ങൾ അത് നടക്കുക തന്നെ ചെയ്യും. അതിൽ നല്ല ആളുകൾ, നന്മ പിൻപറ്റി ജീവിച്ച ആളുകൾ, അള്ളാഹുവിനെ മറക്കാതെ തിരിച്ചറിവോടുകൂടി ജീവിച്ച ആളുകൾക്ക് അല്ലാഹു തആല അതിനുള്ള പ്രതിഫലം നൽകും. അതേപോലെ അല്ലാഹു തആലയെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് അതിനുള്ള പ്രയാസം അവർക്ക് നേരിടേണ്ടി വരികയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം എന്തായാലും അല്ലാഹു തആല എല്ലാവർക്കും നല്ല
നാളുകൾ, സമാധാനങ്ങൾ, സന്തോഷങ്ങൾ ഉണ്ടാകാനുള്ള വഴികൾ എളുപ്പമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.